ഹലോ, നമസ്കാരം. ചായക്കട പലഹാരങ്ങൾ ഇഷ്ടമല്ലാത്ത ആരും തന്നെ ഇല്ല അല്ലേ? ചായക്കട പലഹാരങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന 3 ഐറ്റംസ് ആണ് ഉഴുന്നുവട, പഴംപൊരി, പരിപ്പ് വട ഇതൊക്കെ അല്ലേ? അതിൽ തന്നെ കുറച്ച് തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു ഐറ്റമാണ് പഴംപൊരി എന്ന് നമുക്ക് വേണേൽ പറയാം. ഇപ്പോൾ ഏത്തപ്പഴം വെച്ചാൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാം. പഴംപൊരി ഉണ്ടാക്കാം, പഴം നിറച്ചത് ഉണ്ടാക്കാം, പഴം നെയ്യിൽ വാട്ടിയെടുക്കാം. ഇതൊക്കെ നമുക്ക് വീട്ടിലും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. അപ്പം ഇപ്പം പഴംപൊരി ബീഫ് കറി ഇതൊക്കെ കുറച്ച് നാളുകളായിട്ട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റമാണ്. പണ്ട് നമ്മൾ കളിയാക്കി അലുവ, മത്തിക്കറി എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പം എരിവും മധുരം കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ അത് കുറച്ച് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. നാട്ടിൽ തന്നെയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പഴംപൊരി, ബീഫ് കറി എന്നൊക്കെ പറഞ്ഞ്. അപ്പം നമുക്കെന്തായാലും ഇന്ന് പഴം നിറച്ചതൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പം എങ്ങനെ ആവുമെന്ന് നോക്കാം നമുക്ക് പഴം നിറച്ചത് ഉണ്ടാക്കി കഴിയുമ്പം. അപ്പം നിങ്ങൾ റെഡിയല്ലേ? എങ്കിൽ പിന്നെ തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു അര ഗ്ലാസ് വെള്ളം മതിയാവും. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നല്ലതുപോലെ മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ പഞ്ചസാര നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ലൈനി അത് ശരിക്കും തേങ്ങയിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഏലക്കാപ്പൊടിയും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നമ്മുടെ തേങ്ങ നല്ല സൂപ്പറായിട്ട് നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്, കാണുന്നില്ലേ? അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മളിവിടെ 3 ഏത്തപ്പഴമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നല്ലതുപോലെ പഴുത്ത ഏത്തക്കയാണ്. ഇനിയിപ്പോൾ നമുക്കതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കത്തി വെച്ച് ഇതുപോലെ സെൻറ്ററിൽ കൂടെ ഒരു വരയിട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് നമുക്ക് വരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് അത് ഓപ്പണാക്കി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിൻ്റെ അകത്തേക്ക് നല്ലപോലെ നമുക്ക് അകത്തേക്ക് വെച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ബാക്കിയുള്ള 2 പഴം കൂടെ ഞാൻ ഫില്ലിംഗ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ബൗളെടുത്ത് അതിലേക്ക് നമുക്ക് 2 തവി മൈദ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു അരത്തവി പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഒരു അരത്തവി മതിയായിരിക്കും, കാരണം നമ്മൾ ഓൾറെഡി തേങ്ങയ്ക്കകത്ത് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പഴം നിറച്ച് നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടി ഒരു 3/4 തവി അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യണം, കുറച്ച് കട്ടയായിട്ട് വരരുത്, നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു പരുവത്തിൽ നമുക്ക് നല്ല മിക്സ് ആകണം. വെള്ളം കൂടിപ്പോകരുത്, ഈ ഒരു പരുവത്തിൽ കറക്റ്റായിട്ട് കിട്ടണം. സോറി, അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം വിട്ടുപോയായിരുന്നു. നമുക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടി പോകരുത്, ഒരു നുള്ളു ഉപ്പ് മതിയാവും. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ആ പഴം നിറച്ചെടുത്തിട്ട് ആ തേങ്ങയുടെ മേളിൽ കൂടെ നമുക്ക് ആ മാവ് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. തേങ്ങ വെള്ളിലേക്ക് ചാടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ഇതുപോലെ തേങ്ങയുടെ മേളിൽ കൂടെ മാത്രം നമുക്ക് മാവ് ഒഴിച്ചും, വേറൊരു രീതി നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ മാവിൽ മുക്കി നമ്മൾ സാധാരണ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മളിവിടെ 2 രീതിയിലും വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് മാവിൽ മുക്കിയതും തേങ്ങയുടെ മേളിൽ കൂടെ മാത്രം മാവൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു, 2 രീതിയിലും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ ഒരു സൈഡ് വന്നപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് 2 പഴം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒരു സൈഡ് വെന്തിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പഴം നിറച്ചത് 2ഉം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ നമുക്ക് നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ ഒന്ന് കഴിച്ചു നോക്കിയാലോ? ഞാനിവിടെ നല്ല ചൂട് കട്ടൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനിയിപ്പം നമ്മുടെ കട്ടൻ ചായയും പഴം നിറച്ചതും കൂടെ ഒന്ന് കഴിച്ചു നോക്കിയാലോ? അപ്പോൾ നമുക്ക് മാവിൽ മുക്കി പൊരിച്ചതുകൊണ്ട്, മാവിൽ മുക്കാതെ പൊരിച്ചതുകൊണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
വേറെ ലെവൽ, അടിപൊളി. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ആ തേങ്ങ കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈസിയാണ്, ഒരുപാട് ഒന്നുമില്ലല്ലോ ഇതിനകത്ത്. തേങ്ങ മാത്രം, നമുക്ക് തേങ്ങയും കുറച്ച് പഞ്ചസാരയും ജീരകവും ഏലക്കാപ്പൊടിയും ഇത്രയും നമുക്കുള്ള ചേർക്കാനായിട്ട്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.